ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ വർഷം പറ്റിപ്പോയ മിസ്റ്റേക്സുകളൊക്കെ മറന്ന് പുതിയ കുറേ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്തായാലും എല്ലാവർക്കും ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവട്ടെ, കുറേ നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു കൊള്ളുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഇപ്പം ഓഫീസ് കഴിഞ്ഞ് ഞാനിതാ ഇപ്പം വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 5-5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ മനസ്സിലൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ വിചാരിച്ചു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു ഹോം സിക്നെസ് ഫീൽ ആകുന്നുണ്ട്. എനിക്ക് നാട്ടിൽ പോകാൻ തോന്നുന്നുണ്ട്. വീട്ടിൽ ഉമ്മാനും ഉപ്പാനെയും കാണാൻ തോന്നുന്നുണ്ട്, എൻ്റെ സിബ്ലിങ്സിനെ കാണാൻ തോന്നുന്നുണ്ട്. എനിക്ക് എന്താണെന്നല്ല, വെറുതെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു ദിവസം ഇങ്ങനെ പോകേണ്ടതല്ല. എന്തായാലും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം എന്നെ ഹാപ്പി ആക്കുന്നത് ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം. ചെറിയ കാര്യമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ചായ ഉണ്ടാക്കി കുടിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ വേറെ ഹാപ്പി ആക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെ വ്ളോഗ്സ് എടുക്കുന്നത്, എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കുറച്ച് പ്രൊഡക്റ്റീവ് ആവുകയും ചെയ്യും, എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ കുറച്ച് ഹാപ്പി ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഞാനിപ്പം വന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ പോയി ഫ്രഷ് ആവും. അങ്ങനെയാണ് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുക. അതായത് ആദ്യം പോയി ഫ്രഷ് ആവും, എന്നിട്ട് നല്ല ചൂടുള്ളൊരു നല്ല ചായ ഉണ്ടാക്കി കുടിക്കും. ഇതാണ് എൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. എന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഞാൻ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങും. എനിക്ക് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈവനിങ് ഒക്കെ ഭയങ്കര ഷോർട്ടായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഇന്നത്തെ ഈവനിങ് വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടെ പറയാണ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു 5th 6th പഠിക്കുമ്പം ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടാണ് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അന്ന് ആ ഒരു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു 5ാം ക്ലാസ്സുകാരി അല്ലെങ്കിൽ ആ 6ാം ക്ലാസ്സുകാരിയിൽ നിന്ന് ഒരുപാട് വളർന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നല്ല മാറ്റങ്ങളൊക്കെ നമ്മളെപ്പോഴും എംബ്രേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ചീത്ത മാറ്റങ്ങൾ ആലോചിക്കുമ്പം ഞാനിപ്പം റിഗ്രറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു mid-20s ഒരു പോകുന്നൊരു ടൈമാണ്. മാത്രമല്ല നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പം ഞാൻ എന്നെ തന്നെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത്രയും കാലം ബാക്കിയുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എൻ്റെ ജീവിതത്തിലോട്ട് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലാണ് എൻ്റെ ചിന്ത പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് വളർന്നു, അതായത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് വളർന്നപ്പം ഇപ്പം ഞാൻ എന്നെ തന്നെ പറ്റിയാണ് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ പറ്റിയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് റിഗ്രറ്റ് തന്നെയാണ്. അതായത് പണ്ട് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന നല്ല നല്ല ശീലങ്ങൾ ഇന്നെനിക്കില്ല. അതിലേറ്റവും കൂടുതൽ ഞാൻ സങ്കടപ്പെടുന്നൊരു കാര്യം എൻ്റെ വായനാശീലമാണ്. അതായത് പണ്ടൊക്കെ ഞാൻ എന്തിനേക്കാളും ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നായിരുന്നു വായന എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത് ഒട്ടുമില്ല. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട്, അതായത് ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞ് അതിൻ്റെ മുന്നേ റിപ്പീറ്റ് ലൈഫിന് പോകുന്ന ആ ഒരു സമയം തൊട്ട് എൻ്റെ ലൈഫിൽ നിന്ന് വായന അപ്പാടെ പോയി. ആ ഒരു കാര്യം എനിക്ക് എന്നും ഒരു വിഷമം തന്നെയാണ്. അതുകൊണ്ട് വായനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു ന്യൂ ലൈഫ് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായ തിളക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വീടിൻ്റെ അകത്തിടുന്നത്. കാരണം സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള തണുപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനേക്കാൾ തണുപ്പുള്ള രാജ്യങ്ങൾ പലതും ഉണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്ന അവരൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇടയ്ക്കിപ്പം സ്നോ വരുന്നുണ്ട്, ചിലപ്പോൾ സ്നോ ഉണ്ടാവില്ല, ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ നല്ല കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് വീശും. അങ്ങനെ മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്.
അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഇൻസുലേറ്റ് ചെയ്തിട്ടും ഇവിടെ വീടിൻ്റെ അകത്ത് ഇൻസുലേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലും ഭയങ്കര തണുപ്പ് തന്നെയാണ്. യെസ്, നമ്മുടെ ചായ തിളച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ജാപ്പനീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. ഞാനിവിടെ ജപ്പാനിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എനിക്ക് അവിടെ ജോലി ഉണ്ടെങ്കിൽ പോലും, ഞാനൊരു വലിയ പ്രോ ഒന്നുമല്ല ജാപ്പനീസിൽ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു വലിയൊരു ഭാഷയാണ്, ഇതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം പഠിക്കൊന്നുമില്ല, പക്ഷേ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഡെയിലി ചെറിയ ചെറിയ, അതായത് കുഞ്ഞി കുഞ്ഞി സ്റ്റെപ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു ലോങ് റണ്ണിൽ എന്താ പറയുക, ഈ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് വലിയ വലിയ സക്സസ് നമുക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു 2 ദിവസം ഒരു 100 രൂപ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു വലിയൊരു സേവിങ് ആവുമോ, അല്ലെങ്കിൽ നമ്മളൊരു കോടീശ്വരനാവുമോ ഒന്നുമില്ല. പക്ഷേ ഒരു വർഷം നമ്മൾ ഈ കണ്ടിന്യൂസ്ലി എല്ലാ ഡേയും ഒരു 100 രൂപ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു എമൗണ്ടായി മാറും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഒരു റിസൾട്ടൊന്നും കാണില്ല, പക്ഷേ എന്താ പറയുക, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് ജാപ്പനീസും. ആദ്യമൊന്നും ഞാൻ എല്ലാ ദിവസമൊന്നും എൻ്റെ റൂമൊന്നും ക്ലീൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട്, ഒരാളല്ലേ ഉള്ളൂ, ഒരാൾ കാരണം അത്ര തോനെ പൊടിയൊന്നും ആവില്ല, പിന്നെ എന്നും ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സുകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അടുപ്പിച്ച് ഒരു 3-4 ദിവസം ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് എന്നിൽ തന്നെ ഒരു സെൽഫ് കൺട്രോൾ കിട്ടുന്നത് പോലെ തോന്നി. പിന്നീട് അങ്ങോട്ട് ഈ ക്ലീനിങ് പോലും എനിക്കൊരു തെറപ്പിയായി മാറി. പിന്നെ ഒരുപാട് പേര് എന്നോട് റൂം ടൂറൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വൈകാതെ തന്നെ ചെയ്യും എൻ്റെ റൂം ടൂറൊക്കെ. ഇപ്പോൾ എൻ്റെ റൂമൊക്കെ ഒന്ന് അറേഞ്ച്ഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും നമുക്ക് പതിയെ ചെയ്യാം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ചധികം ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചത് കാരണം രാത്രി ഞാൻ സാലഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. മാത്രമല്ല എൻ്റെ കുറച്ചധികം വെജിറ്റബിൾസും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കുള്ള വൺ ഓഫ് ദ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കറികളും ഫ്രൂട്ട്സും എത്ര എളുപ്പം തീർക്കുക എന്നുള്ളതാണ്. ഞാൻ ഓരോ 1 വീക്ക് കൂടുമ്പോഴാണ് എൻ്റെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാറ്. അപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ ഈ ഐറ്റംസൊക്കെ തീർക്കണം എന്നുള്ളത് എൻ്റെ ഒരു എയിമാണ്. ഞാൻ മാക്സിമം ഇപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ ഓഫീസിൽ എല്ലാ വർഷത്തിൻ്റെ എൻഡിലും നമുക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ടൈം എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പിന് പോയ സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത് കുറവാണ്, അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം മാക്സിമം അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാലഡ് എൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ് കേട്ടോ. ഞാൻ ഹെവി ആയിട്ട് കഴിക്കുന്നൊക്കെ ദിവസം ഒരു നേരം ഇതാണ് കഴിക്കാറ്. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ തന്നെ ലെറ്റ്യൂസ്, ഇനി വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്യുക, പിന്നെ ഉപ്പിടാം, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഇത് എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അങ്ങ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സുഖമായിരിക്കും, നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. എനിക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാനെപ്പോഴും നന്നായിട്ട് എല്ലാ നേരവും നന്നായി കുക്ക് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. മാത്രമല്ല, ഞാൻ നാട്ടിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഉമ്മ പറയും, അവിടെ ഇന്ന് നല്ല ഫുഡുണ്ട്, അവർ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഉമ്മ പറയും ഉമ്മാക്ക് കഴിക്കാൻ തോന്നാറില്ല എന്നുള്ളത്. അപ്പോൾ ഉമ്മാക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ എല്ലാ നേരവും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്.
അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല ആസ്വദിച്ച് കഴിച്ച് വീട്ടിലൊക്കെ വിളിച്ച് പിന്നെ പ്രാർത്ഥിച്ച് അങ്ങനെ എൻ്റെ ഒരു ദിവസം ഇതുപോലെ അങ്ങ് അവസാനിക്കും. വീണ്ടും നെക്സ്റ്റ് ഡേ സെയിം റുട്ടീൻ. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്.